നമസ്കാരം. ഉമ്മൻചാണ്ടി എന്ന പ്രിയ നേതാവ് കൂടെയില്ലെന്ന് മലയാളം മണ്ണിന് വിശ്വസിക്കാനാകുന്നില്ല. വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാവുകയാണ് കരുതലിന്റെ കൈത്തലമായ OC. ഹൃദയം കൊണ്ട് സ്നേഹമെന്ന നൂലിൽ ബന്ധിച്ച പകരമൊരാളില്ലെന്ന തോന്നൽ കൂടിയാണത്. രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ലാത്ത ആത്മബന്ധമാണത്. പകരം ഒരാളില്ലെന്ന തോന്നൽ ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വയ്ക്കുന്ന വിടവായി മാറ്റിവെക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധത്തിൽ മനസാക്ഷിയെ ജനകീയമായി അടയാളപ്പെടുത്തിയ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി. ആൾക്കൂട്ടത്തെ ഒറ്റക്കാക്കി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഒരാണ്ടായി. അപ്പയെന്ന സ്നേഹമരത്തിന്റെ തണലിൽ കഴിയവേ അപ്പയില്ലാത്ത ഒരു വർഷം പിന്നിട്ട പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മന് പിതാവ് ഉമ്മൻചാണ്ടി ഇടനെഞ്ചിൽ നനവാർന്ന നൊമ്പരമാണ്. ഉമ്മൻചാണ്ടി ഭൗതികമായി മാത്രം ഒപ്പമില്ലാത്ത ഒരാണ്ട് പിന്നിട്ടിരിക്കുന്നു. മഴ പെയ്തതിൽ പിന്നെയും സ്നേഹത്തിന്റെ മരം പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നനുത്ത ഒരു സ്പർശമായി തണലായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ദേശീയ മലയാള മാധ്യമത്തിന് ചാണ്ടി ഉമ്മൻ നൽകിയ അഭിമുഖത്തിലെ വരികൾ മാത്രമാണ് ഈ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗം ആരെയൊക്കെ അനാഥരാക്കിയോ അവരൊക്കെ തനിക്കൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അവർക്ക് അനാഥത്വം തോന്നുന്നത് കൊണ്ട് ഞാൻ അവരുടെ കൂടെയുമാണ്. അപ്പ ഒപ്പമില്ലെന്ന തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടേയില്ല. കാരണം ജനങ്ങൾ ആകെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്. ജനം കൂടെയുള്ളത് കൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയത് അറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയും അതേപോലെയാണ് ഞങ്ങളെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പയ്ക്ക് നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് എനിക്ക് പുതുപ്പള്ളിക്കാർ തരുന്നത്. അദ്ദേഹം ഇല്ലാത്ത സാഹചര്യത്തെക്കുറിച്ച് അവർക്ക് അറിയാം. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലുമാണ് അവർ നൽകി വരുന്നത്, ചാണ്ടി ഉമ്മൻ പറയുന്നു. അപ്പ കരുത്തായി എപ്പോഴും ഒപ്പമുണ്ടെന്നാണ് ചാണ്ടി ഉമ്മൻ കരുതുന്നത്. അദ്ദേഹമില്ലെങ്കിൽ നമ്മളില്ല. എവിടെ പോയാലും അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യം പറയുന്നത്. പല പരിപാടികളിലും ചാണ്ടി ഉമ്മൻ എന്നതിന് പറയുന്നത് പകരം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ ചാണ്ടി ഉമ്മന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ വായിച്ചു. എഴുതിയ ആളിന്റെ മനസ്സിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനാൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ അപ്പ എൻ്റെ കരുത്താണെന്ന് ഇപ്പോഴും പറയുന്നത്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഏതറ്റം വരെയും വിശ്രമമില്ലാതെ പായുന്നതായിരുന്നു OCയുടെ രാഷ്ട്രീയ ശൈലി. OC ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജനായിരുന്ന വ്യക്തിയാണ്. ഏത് നെഗറ്റിവിറ്റിയെയും പോസിറ്റീവാക്കി മാറ്റാൻ കരുത്തനായിരുന്നു. ഏറ്റവും മോശം കാര്യം പറഞ്ഞാൽ പോലും അതിൻ്റെ നല്ല വശം കാണാൻ ശ്രമിച്ചിരുന്നു. ജീവിതത്തിലും അത് തന്നെയാണ് പകർത്തിയിരുന്നത്. അപ്പയെ അതേപടി പിന്തുടരുക അസാധ്യമാണെങ്കിലും അതിനുള്ള ശ്രമത്തിലാണ് ചാണ്ടി ഉമ്മൻ. കോട്ടയത്ത് ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ അപ്പ രാവിലെ മുതൽ വിശ്രമമില്ലാതെ ജനങ്ങൾക്കിടയിലായിരുന്നു എന്നും ചാണ്ടി ഉമ്മൻ ഓർക്കുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിൽ സ്പോർട്സിന്റെ വികസനത്തിനായി പല സ്ഥാപനങ്ങളിലേക്കായി ഏതാണ്ട് 2 കോടിയോളം രൂപ വികസനത്തിനായി ചാണ്ടി ഉമ്മൻ നൽകിയിട്ടുണ്ട്. എന്നാൽ പിണറായി സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുകയോ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി കൈവരിച്ച വികസന നേട്ടങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ സത്യത്തിൽ ഭയപ്പെടുകയാണ്. അത്തരം ചർച്ചകളെ തമസ്കരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പോലും പിണറായി സർക്കാർ മടിക്കുന്നു. ജനസമ്പർക്ക പരിപാടിക്ക് പോലും ബദലിന് ശ്രമിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന കേരളം കണ്ട മികച്ച വ്യക്തിപ്രഭാവത്തെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളെ ചാണ്ടി ഉമ്മൻ സ്നേഹം കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. എന്തെന്നാൽ എത്ര അവഗണിച്ചാലോ അപമാനിച്ചാലോ OCയുടെ പേരും നേട്ടങ്ങളും കൂടുതൽ ഉയർന്നു വരികയേ ഉള്ളൂ. സത്യത്തിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി നിലകൊണ്ടത് എന്നതും സത്യം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ളതും എത്ര അപമാനിച്ചാലും തകരില്ലെന്നതുമാണ് ഇതിനു പിന്നിലുള്ള യാഥാർത്ഥ്യം. ജനസമ്പർക്ക പരിപാടി നടത്തുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല.
ജനങ്ങളോടൊപ്പം മണിക്കൂറുകൾ നിന്ന് അവരുടെ പരാതി കേട്ട് അപ്പോൾ തന്നെ പരിഹാരം കാണുക എന്നതൊക്കെ അത്രത്തോളം അനുഭവജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ ചെയ്ത് വിജയത്തിലെത്തിക്കാൻ കഴിയൂ. എല്ലാ കാര്യങ്ങൾക്കും ഓസിക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം എന്നും ശരിയായിരുന്നു. രാഷ്ട്രീയമാകട്ടെ, സംസ്ഥാന വികസന കാര്യമാകട്ടെ, വീട്ടിലെ കാര്യമാകട്ടെ, ശരിയായ തീരുമാനങ്ങളാണ് ഓസി എടുത്തിരുന്നത്. സോളാർ കമ്മീഷന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്നാണ് വ്യക്തിപരമായി ചാണ്ടി ഉമ്മൻ കരുതിയിരുന്നത്. പക്ഷേ കാലം അത് തെളിയിച്ചു. കമ്മീഷനെ തെറ്റിയാലും അദ്ദേഹത്തിന് തെറ്റിയില്ലെന്ന സത്യം തെളിയിക്കപ്പെടുകയായിരുന്നു. അതെല്ലാം ശരിയായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിച്ചു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ജനോപകാരപ്രദമായ മഹത്തായ പദ്ധതി എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെട്ടത്. 11 ലക്ഷത്തിൽ പരം പേർ പങ്കെടുത്ത ആ മാമാങ്കം ലോകത്ത് തന്നെ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ മഹാ അദാലത്തായിരുന്നു. 2011 മുതൽ 3 വർഷം 3 ഘട്ടമായി ജില്ലകളിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടികളിൽ ദിവസങ്ങളോളം 12 മുതൽ 19 മണിക്കൂർ വരെ ഉമ്മൻചാണ്ടി ഒറ്റ നിൽപ്പു നിന്നത് ജനത്തെ നേരിൽ മുഖാമുഖം കാണുകയായിരുന്നു. ജലപാനം പോലും ഇല്ലാതെയായിരുന്നു ഈ ജനസമ്പർക്ക പരിപാടി. നന്ദി.